ട്രാവൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സ്കാൾപ്പിൻ്റെ ഹെൽത്ത് നോക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ടാനിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മെഡിക്കേറ്റഡ് ഷാംപൂസ് വെച്ച് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്കാൾപ്പ് ഹെൽത്തി ആക്കി നമ്മുടെ വൈറ്റമിൻസ് കറക്റ്റാക്കി തൈറോയ്ഡ് കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, അതെല്ലാം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും മുടി കൊഴിച്ചിൽ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും കാണുന്ന കാര്യങ്ങളൊന്നാണ് PRP അല്ലെങ്കിൽ GFC. ഇത് അതുപോലെ തന്നെ എക്സോസോംസ് അല്ലെങ്കിൽ QR-678 ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് ആണ് കൂടുതൽ കാണുക. ഇതുപോലൊരു മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് നമുക്കും ആവശ്യമാണ്. PRP അല്ലെങ്കിൽ GFC ആണ് നമുക്ക് ഈ കണ്ടീഷൻസിൽ ബെറ്ററായിട്ട് വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ബ്ലഡ് വിത്ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്ലഡ് എടുക്കുന്നത് PRPയിലായാലും ശരി GFCയിലായാലും നമ്മൾ ബ്ലഡ് എടുക്കുക ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റിൽ നിന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ മുടി പൊഴിച്ചിലിനെ തടഞ്ഞു നിർത്തി മുടി കൂടുതൽ കരുത്തോടെ വളരെ സഹായിക്കുകയും ചെയ്യണം. അതാണ് പ്ലേറ്റ്ലെറ്റ്. അത് നമുക്ക് അനസ്തേഷ്യയിൽ ചെയ്യാം, അനസ്തേഷ്യ ഇല്ലാതെയും ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. പെയിൻ ടോളറൻസിനനുസരിച്ച് നമുക്ക് ചെയ്യാം. GFC ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്ററാണ് PRPനേക്കാൾ. PFCയുടെ ഫുൾ ഫോം തന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലുണ്ട് അതിൽ. അപ്പോൾ അതിൽ എൻഡോത്തീലിയൻ ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. PRPനേക്കാൾ ഒരു 40% ബെറ്ററാണ്. കുറച്ച് സെക്ഷൻസ് വഴി PRP 6 സെക്ഷൻസ് ആകുമ്പോൾ GFC 3 to 4 സെക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇതൊരു മെയിൻ്റെനൻസ് റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ ചെയ്തിട്ട് പിന്നീട് സ്റ്റോപ്പ് ചെയ്യലാണ്. ഒരു 3 മന്ത്സിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റും.